ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വരുന്നു. അപ്പോൾ ന്യൂസിലാൻഡ് AJK ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ വന്ന് കിടന്നത് ഇന്ന് എനിക്ക് ഈവനിങ് ഡ്യൂട്ടി ആയത് കാരണം കൊണ്ട് ഞങ്ങളെല്ലാവരും, ഞാനും വാവട്ടിയും പൊന്നസും നിലത്ത് കിടന്നേട്ടാ, എൻ്റെ ആയിട്ട് മുകളിൽ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നിലത്ത് കിടന്നു. പക്ഷെ പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇവിടെ സ്വെല്ലിങ് ആയി, വേദനയായി, നല്ല വേദനയുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ആൻറ്റിബയോട്ടിക് തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കണേ. അപ്പം ഞാനത് കാരണം കൊണ്ട് സിക്ക് വിളിച്ചു. പറ്റണില്ല, നല്ല വേനയുണ്ട്. അവിടെ ഇങ്ങനെ വീങ്ങി, അതൊരു പണിയായി. അപ്പം ഇനി ആൻറ്റിബയോട്ടിക് എഴുന്നേറ്റിട്ട് ആൻറ്റിബയോട്ടിക് തുടങ്ങണം. നാട്ടിൽ വെച്ചിട്ട് നേരെ ഇറങ്ങിയിട്ട് എന്നിട്ടിട്ട് എൻ്റെ ഏട്ടൻ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി. എന്നിട്ടിട്ട് ഓൾറെഡി എൻ്റെ ആൻറ്റിബയോട്ടിക് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എഴുന്നേറ്റ് എന്തെങ്കിലും ഓട്സോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് ബ്രൂഫനും ആൻറ്റിബയോട്ടിക്കും കൂടി എടുക്കാം, അങ്ങനെ കഴിക്കണേ. അപ്പോൾ ഇവിടെ അങ്ങനെ തീർത്തു. അത് ഇന്നലെ ഡ്യൂട്ടിക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മാതിരി പണി കിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് കാണാം. സാധനങ്ങൾ വാങ്ങിച്ചു വന്നോലെ, അടിപൊളി. ശരിയല്ല, കാലത്ത് എഴുന്നേറ്റ് ഫ്രഷായി എൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ എനിക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? കോഫി. ഇതെവിടുന്ന BP സ്റ്റോറിൽ വേക്കൻസി ചെയ്യുന്നു. പക്ഷെ അറ്റ്ലീസ്റ്റ് നല്ലതാ, സോയ മിൽക്ക് വെച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പം എന്നോട് പറഞ്ഞു എന്നിട്ട് ചിക്കൻ ചോറ് ഉണ്ടാക്കാന്ന്. ചിക്കൻ ചോറ് എപ്പോഴും നമ്മൾ ഉണ്ടാക്കാറുണ്ട്, എപ്പോഴും ഉണ്ടാക്കാറുണ്ട്, പിള്ളേർക്ക് ഇഷ്ടം. അപ്പം അതിനധികം കറികളൊന്നും വേണ്ട. എനിക്ക് വായ തുറക്കാൻ പറ്റുന്നില്ല ഇവിടെ നിന്ന് വീങ്ങിട്ട്. ഓക്കെ, അപ്പം അതിനുള്ള സെറ്റപ്പ് എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കാം. ചിക്കൻ കട്ട് ചെയ്യണം, സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പം ഞാൻ ഈ സാധനത്തിന് എവിടെയെങ്കിലും സൈഡിൽ വെച്ചിട്ട് ഞാനും കൂടി സഹായിച്ചാലോ? എന്താ എൻ്റെ അഭിപ്രായം? അതിൻ്റെ ആവശ്യമില്ല, കുഴപ്പമില്ല, അപ് ടു യു. 4, 5 എത്ര സബോള എഴുതുന്നുണ്ട്? 5, 6 സബോള. എൻ്റെ ഇടയിൽ എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിൽ 10 സബോള മിനിമം വേണം കേട്ടോ. നല്ല മസാല വേണം. വാവുട്ടി ഉറങ്ങി എഴുന്നേറ്റ് വന്ന് TV കാണാതിരിക്കുക. ഇപ്പോഴും ഉറങ്ങാണോ നീ? അങ്ങനെ ഇനിയിപ്പം ഇന്ന് കുറച്ച് പണികളുണ്ട്. എനിക്ക് റെസ്റ്റ് അല്ലേ, എനിക്ക് ഫുൾ റെസ്റ്റ്. ചിക്കൻ ചോറ് ഉണ്ടാക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിനകത്ത് നമ്മൾ കറുകപ്പട്ട, പിന്നെ ഇതിൻ്റെ പേര് തക്കോലം, ഏലക്കായ, കുരുമുളക്, ഇല, പിന്നെ എന്നിട്ട് ഈ കറിയാമ്പൂ, ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. അത് ഇട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചേക്കണം. ഇപ്പുറത്ത് ചിക്കനിലേക്കുള്ള മസാലയൊക്കെ ഉള്ളത്, ചിക്കനിലേക്കുള്ള മസാലയ്ക്കുള്ള സബോള പടപടപടാന്ന് കട്ട് ചെയ്ത് അതും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിനി പെട്ടെന്നായിരിക്കും എല്ലാ പണികളും. പ്രൊഫഷണൽ അല്ല, പക്ഷേ എൻ്റെ അടിപൊളിയായിട്ട് ഉണ്ടാക്കും. പ്രൊഫഷണലൊക്കെയാണ്, പെട്ടെന്ന് പരിപാടി കഴിക്കണം. പക്ഷെ എൻ്റെ നന്നായിട്ട് ഉണ്ടാക്കും. പിന്നെ എല്ലാ ദിവസവും പോലെ ഞങ്ങൾ കാലത്തിന് ഡെയിലി ബ്ലെസ്സിങ്ങൊക്കെ കേട്ടു കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ചപ്പം ഉപ്പൊക്കെ ഇട്ടിട്ട് അരിയിട്ട് അത് അടച്ചു വെച്ചു. ഇത് നമ്മുടെ ചിക്കനിലേക്കുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇനി നന്നായിട്ട് വഴണ്ട് വരുന്നുണ്ട്. അതിനിടയ്ക്ക് വേണ്ടിയിട്ട് തക്കാളി കട്ട് ചെയ്യുന്നുണ്ട്. ഇത് മല്ലിയിലല്ലേ, മല്ലിയിലും വീട്ടിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മസാലയാവുമ്പോൾ സെറ്റാവുമ്പോൾ ചിക്കൻ ഇട്ടിട്ട് വേവിച്ച് നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കണല്ലോ ഇന്ന്. ആദ്യം ചിക്കൻ ചോറ് ഒരുമിച്ച് അങ്ങനെ വെക്കാന്ന് വിചാരിച്ചത്. സെപ്പറേറ്റ് ഉണ്ടാക്കി വേറെ ഗുണമുണ്ട്, എന്താ അറിയോ? ചോറ് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ വീണ്ടും ഉപയോഗിക്കാം. പക്ഷെ ചിക്കൻ കുറച്ചുള്ളൂല്ലോ, ചിക്കൻ കുറച്ചും കൂടി കട്ട് ചെയ്യണ്ടെന്ന് വെച്ചാ. അല്ല, അപ്പം ചിക്കൻ കുറവാവോ ബോൺലെസ്? അപ്പൊ കുറച്ചും കൂടി വേണം അല്ലേ? അപ്പൊ എൻ്റെ അടുത്ത ചിക്കനും കൂടി കട്ട് ചെയ്യാൻ പോവാ. നമ്മള് മറ്റേ ബോൺലെസ് മാത്രമായിട്ട് തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ഫുൾ ചിക്കനും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതും കൂടി കട്ട് ചെയ്ത് വെക്കാതിരിക്കും അല്ലേ എൻ്റെ? എന്താണ് എന്നെ ഫോക്കസ് ചെയ്തു പോടാ.
അതിനെന്ത് കുഴപ്പം? എന്നെ ഫോക്കസ് ചെയ്യണ്ട. ബ്യൂട്ടിഫുൾ സണ്ണി ഡേ ആണ് അല്ലേ? എനിക്ക് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നില്ല. എന്താ നല്ല അടിപൊളിയല്ലേ? നിങ്ങൾ കഴിച്ചിട്ട് ബ്രോക്കൺ കഴിക്കാൻ പോവാം. ആന്റിബയോട്ടിക് എങ്ങനെയുണ്ട് എന്റെ ബുജിയിലൊക്കെ? എങ്ങനെയുണ്ട് ഞാൻ കണ്ണട വെച്ചിട്ട്? നല്ല കറക്റ്റായി. കണ്ണട വെക്കലിങ്ങനെ എനിക്ക് ഓൾറെഡി കണ്ണിന് കാഴ്ച കുറവുള്ളതല്ലേ, അപ്പൊ കണ്ണട വെച്ച് കുഴപ്പമില്ല. എനിക്ക് കണ്ണിന് കാഴ്ച കുറവൊന്നുമില്ലയോ? ഏത്? എനിക്ക് ഫീൽ ചെയ്യണത് കണ്ണട വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഭയങ്കരമായിട്ട് പ്രായം തോന്നും. അതാണ് ഞാൻ വെക്കില്ല. ഒന്നും കുഴപ്പമില്ല, പ്രായം. പക്ഷെ തലവേദന എടുക്കണം. മെയിനായിട്ട് തലവേദന എടുക്കുമ്പോ കണ്ണട എടുത്ത് വെക്കാറ്. തലവേദന നന്നായിട്ട് എടുക്കണ്ട്. അത് പല്ലിന്റെ പ്രശ്നമാണ്. ഇന്നലത്തെ എന്റെ ഡ്യൂട്ടിക്ക് പോക്ക് ഒരു പൊട്ട ഡിസിഷൻ ആയിരുന്നു അല്ലേ? ഇന്നലത്തെ എന്റെ ഡ്യൂട്ടിക്ക് പോക്ക്. ഇന്നലെ ഇണ്ടാണ്ട് ഇവിടെ ഒത്തിരുന്നിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഡബിൾ ഒക്കെ ഇന്നിപ്പോ ഞാൻ പെട്ടുപോയി. കൊറേ ആൾക്കാർ നിന്നെ ഫോൺ ചെയ്യാ, വർത്താനം പറയാൻ പ്രേരിപ്പിക്കുക. അതാണ് പ്രശ്നം. ഇത് ആരുദ്ദേശിച്ചാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അതാണ് കാര്യം. അവളെങ്ങാനും കണ്ടു കഴിഞ്ഞാല് അതാണ് പ്രശ്നം, അല്ലാണ്ട് വേറെ ഒന്നല്ല. ഇതിനുള്ളത് ഞാൻ മറ്റേ വീഡിയോ കട്ട് ചെയ്തിരുന്നു കേട്ടോ. ശരിക്കാ എങ്ങനെ അപ്പൊ അതാണ് എടുക്കണം. കാര്യമില്ല, അവൻ ഇനി പറഞ്ഞു വെറുപ്പിക്കുന്നില്ല. കോഫി കുടിച്ചു, അത് ഞാൻ കഴിക്കാൻ ഞങ്ങൾ ഇന്ന് റാപ്പ് ഉണ്ടാക്കാന്ന് വിചാരിക്കാം. നിങ്ങളുടെ ഭയങ്കര പണിത്തിരക്കിലായിട്ട് എന്നെ ആ ഭാഗത്തേക്ക് അടുപ്പിക്കുന്നില്ല. അപ്പൊ അല്ലാതെ വിചാരിക്കും നിന്റെ അടുത്ത് ഇവിടുത്തെ ഫുള്ള് പണിയെടുക്കണേന്ന്. എന്നെ ഹെൽപ്പ് ചെയ്യൂട്ടാ, എനിക്ക് വീട്ടിൽ ഹെൽപ്പ് ചെയ്യും. പാവം ഇഞ്ചില്ല, ഇഞ്ചി കിട്ടി. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ നിൽക്കട്ടെ. അപ്പോൾ എനിക്ക് കുറച്ച് വിശക്കണുണ്ടായിരുന്നു. അപ്പോൾ നിൻ്റെ ആയിട്ട് റാപ്പ് ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ്. പക്ഷേ റാപ്പ് ഉണ്ടാക്കിയാൽ എനിക്ക് കടിച്ച് പറിച്ച് തിന്നാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനവിടെ ഫ്ലേവേർഡ് യോഗട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ കാലത്തിൻ്റെ അടുത്ത് കഴിച്ചത്. എന്നിട്ട് എടുത്ത് മരുന്ന് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ കാലത്ത് തന്നെ എന്തെങ്കിലും നമ്മൾ പിന്നെയും ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചാൽ എനിക്കപ്പോൾ എങ്ങനെയെങ്കിലും എൻ്റെ വേദന കുറയണമെന്നേ ഉള്ളൂ. അപ്പം ബ്രൂഫൺ കഴിക്കുന്ന സ്ഥിതിക്ക് നമ്മളൊന്നും കഴിക്കാതെ കഴിച്ച് കഴിഞ്ഞാൽ വയറ് കത്തിരിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് വേഗം ഒരു ഫ്ലേവേർഡ് യോഗട്ട് എടുത്ത് കഴിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നിൻ്റെ ഞാൻ ചെറുതായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്തോട്ട് നോക്കി അവിടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ അതിനിടയിൽ എൻ്റെ മെയിൻ പ്രശ്നം ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു വേദനയാണെങ്കിൽ നമ്മൾ അതന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അതന്നെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് പല്ല് വേദന എടുക്കണേ, പല്ല് വേദന എടുക്കണേ. ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോഴായാലും മമ്മിയുടെ അടുത്ത് മമ്മി എൻ്റെ പല്ല് വേദന എടുക്കണേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ വിഷമിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ നിൻ്റെ പണിയെടുക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ അവിടെ പോയി ഇരുന്നു, നീ എന്നെ ഹെൽപ്പ് ചെയ്യണ്ട എന്ന് പറഞ്ഞാലും എനിക്കൊരു ഇതില്ല, സമാധാനമില്ല. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് നിന്ന് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ്, അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് അവിടെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ അവർക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ ഞാനങ്ങനെ സംസാരിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പണി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. സെറ്റായോ? നല്ല ചിക്കൻ കറി വെച്ചു. ചിക്കൻ കറി കുഴപ്പമില്ല. ചിക്കൻ കറിയും റൈസും അല്ലേ? ഉപ്പ് വേണം. എരിവില്ലല്ലോ? എരിവില്ല, അധികമില്ല. പക്ഷെ എരിവുണ്ട്, പക്ഷെ അത് മതി. അതെയാ? ഒരു നല്ല സുണ്ട്, അടിപൊളി. അപ്പുറത്തെ പാത്രത്തില് മറ്റേ നമ്മുടെ ബേക്കൺ ഇതാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി അവിടെ ഇപ്പോഴാണ് കറക്റ്റ് ആയത്. ഒരു റീല് കണ്ടിട്ടുണ്ടോ? ഹസ്ബൻഡ് എന്തുണ്ടാക്കിയാലും ഭാര്യയുടെ ടേസ്റ്റ് നോക്കാൻ പറയില്ല. അപ്പൊ ഇച്ചിരി കൂടി ഇട്ടിട്ട് ഇപ്പൊ സെറ്റ്. അത് കണ്ടിട്ടുണ്ടോ? ഇപ്പോഴും ശരിയായത്. പിന്നെ പറയില്ലേ ഭാര്യ പറയണതാണ് എപ്പോഴും ശരി. ആ റീല് കണ്ടിട്ടുണ്ടോ? അല്ല റീല് ശരിയൊന്നല്ല, ശരിക്കും അങ്ങനെയല്ലല്ലോ, അതാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഞാൻ ചോദിച്ചത്. അയ്യോ, അപ്പൊ നമ്മുടെ ചിക്കൻ കറിയും റൈസ് റെഡി ആയിട്ടുണ്ട്, കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ ബേക്കൺ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ അടിപൊളി ചിക്കൻ കറി തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം അതും സെറ്റാണ്. ഇനിയിപ്പം റൈസ് റെഡി ആയിട്ടുണ്ട്. റൈസ് കാണിക്കാവേ. റൈസ് നമ്മൾ ജസ്റ്റ് മറ്റേ ഇതുകളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഫ്ലേവേർഡ് റൈസ് അത്രേ ഉള്ളൂ, വേറെ ഒന്നും ആക്കിയിട്ടില്ല. ഇനി നമുക്ക് അടിപൊളിയായിട്ട് ചോറിനാം. മറ്റേ മീൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ നമ്മൾ സാധാരണ പാക്കറ്റ് സേവ് ചെയ്യുന്നത് കട്ട് ചെയ്ത് വാങ്ങിക്കാറ്. പക്ഷെ ഈ പ്രാവശ്യം അവർ കട്ട് ചെയ്തിട്ടുണ്ട്. അച്ചാലും മുച്ചാലും കട്ട് ചെയ്തിട്ടുണ്ട്. വെട്ടി മറച്ചേക്കാന്നോ, ആകെ പൊള്ളുന്നിരിക്കണോ അല്ലേ? ഇങ്ങനെ വെട്ടി പറിച്ചിട്ട് ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെയായിപ്പോയി. അതൊരു കാര്യം ചെയ്യാൻ നിൽക്കില്ല, മസാല പെരട്ടി വെക്കാൻ. നാളെ ഇപ്പൊ ഒരു പുതിയ ട്രെൻഡിങ് സംഭവം ഉണ്ടല്ലോ, മറ്റേ ഫിഷിനെ വറുത്തിട്ട്
പിന്നെ മസാലയാക്കണത് ആ ടൈപ്പ് ആക്കാം എന്ന് വിചാരിക്കണേ. ഇപ്പൊ മസാല വെട്ടി വെക്കട്ടെ, നാളത്തേക്ക് അപ്പം അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിരിക്കണേ. അപ്പൊ അടിപൊളി കണ്ടോ, ഇത് കണ്ടോ വെട്ടി പറിച്ചിട്ട് ഇങ്ങനെയാക്കി. ചില സമയത്തൊക്കെ അവര് അടിപൊളിയാക്കി തരാറുണ്ട്, പക്ഷെ പ്രാവശ്യം ഭയങ്കര മോശം. ഓക്കെ, അപ്പൊ ഇതിന് വറുത്തില്ലെങ്കിൽ കറി വെക്കാന്ന് ഞങ്ങൾ കറി വെക്കാന്ന് വിചാരിച്ചു. പക്ഷെ കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മറ്റേ ബോണും വന്ന് വിട്ടുപോകും. അപ്പൊ പണികളൊക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ ഏട്ടനെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. എൻ്റെ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുക. അല്ലെ ഏട്ടാ, പറഞ്ഞാൽ കേൾക്കൂല അല്ലേ? എന്നോട് പറഞ്ഞാൽ കേൾക്കൂലല്ലോ. ഞാനൊന്നും ഹെൽപ്പ് ചെയ്യേണ്ട അനങ്ങാണ്ടിരിക്കാൻ പറഞ്ഞ വർത്താനവും നിർത്തില്ല, പണിയും നിർത്തില്ല എന്നല്ലേ? അടിപൊളി. ഞാൻ ഇവിടെ ഒരു സാധനം വെച്ചിട്ട് ഇവിടേക്ക് മാറ്റാനാ വെച്ചു. ചൂട് തട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ടേ നമ്മള് മറ്റേ അടിയിൽ നമ്മുടെ നാട്ടിലത്തെ ഈ സാധനല്ലേ അത് വെച്ചിട്ട് വെക്കാൻ പോവാം. പേര് വട്ട് അല്ലേ? വട്ടെന്നല്ലേ പറയാ? അതിന്റെ അടിക്ക് ചൂട് തട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ടാ. ഇപ്പൊ എല്ലാം സെറ്റ് ആയില്ലേ? ഇതില് മസാല ഇതിലാ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് എന്നിട്ട് എന്റെ കൈമ ഇതാവും മിക്സ് ചെയ്യാൻ പറ്റിയത് ആണോ? ഓൾറെഡി പൊടിഞ്ഞുവല്ലേ? മീനിന്റെ മസാല സെറ്റ് ആക്കിട്ടോ. മസാല സെറ്റ് ആക്കി ഒരു പാത്രത്തിനകത്ത് ഇട്ട് വെക്കാണ്. അല്ലേട്ടാ? അതും കഴിഞ്ഞു. അത് പരിപാടിയും കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി അടക്കളയും ക്ലീൻ ചെയ്ത സെറ്റ്. അത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പിള്ളേരെ വിളിക്കും. അങ്ങനെ എൻ്റെ ഏട്ടൻ മറ്റേ സാൻഡ്വിച്ചിന്റെ പരിപാടി തുടങ്ങിയിട്ട്, സാൻഡ്വിച്ച് അല്ല റാപ്പിന്റെ പരിപാടി തുടങ്ങി. ഓൾറെഡി നമ്മൾ ബേക്കൺ എന്നിട്ട് ഗ്രില്ല് ചെയ്ത് വെച്ചോ, ജസ്റ്റ് ചൂടാക്കി വെച്ചു. ലെറ്റ്യൂസ്, ഇത് നമ്മൾ റാപ്പിന്റെ മറ്റേ ടോട്ടില്ല അല്ലേ, ടൈപ്പ് ഓഫ് ടോട്ടില്ല വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പാവട്ടിയുടെ ഫസ്റ്റ് ഉണ്ടാക്കണേ. പാവട്ടിക്ക് എന്തിനു വേണ്ടെന്ന് പറഞ്ഞേ? എന്താ വേണ്ടെന്ന് പറഞ്ഞേ? നോ കാബേജ്, നോ ലെറ്റ്യൂസ്. അപ്പൊ ലെറ്റ്യൂസ് വെച്ചു, മയോണൈസ് ഇട്ടു. ഗ്രേറ്റഡ് ചീസ് ഇല്ല. അപ്പൊ അത് കാരണം ഈ ചീസാണ് ഇടുന്നത്. അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്യും അല്ലേ? സോസ് വേണോ? ഓനിയന്റെ വേണം ഇട്ടോ. വേണോ? ഇട്ടോ നല്ലതാ. സബോളയും സംഭവങ്ങളൊക്കെ, സബോളയും ഓണിയനും പിന്നെ കെച്ചപ്പ്, ക്രഷ്ഡ് ചില്ലി ഒക്കെ ഇട്ടിട്ട് സോസ് ഉണ്ടാക്കിട്ടോ. അതാണ് നെക്സ്റ്റ് ഇടുന്നത്. ഇതാണ് സീക്രട്ട് സോസ്. അത് തന്നെ മുളക് റാപ്പ് ചെയ്തിട്ട് ടോസ്റ്റ് ചെയ്യും അല്ലേ? സാൻഡ്വിച്ച് സെറ്റ് ആയിട്ടാണ് അത് കട്ട് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. എത്ര ലെയറാണല്ലേ? ഇഷ്ടമായി മനസ്സേ? വാവട്ടി കഴിക്കുന്ന ചേട്ടാ. എങ്ങനെയുണ്ട് വാവട്ടി? നല്ല രസമുണ്ടോ? ഇഷ്ടമായോ? വാവട്ടിക്ക് മറ്റേ കട്ട് ചെയ്തില്ലേ? വാവട്ടിയുടെ കട്ട് ചെയ്തല്ലേ? വാവ്, അടിപൊളിയല്ലേ? ഇവിടെ സൈഡിൽ സോസ് ഇരിക്കണ്ടല്ലേ? അപ്പുറത്തെ സൈഡില്, അപ്പുറത്ത് കുറച്ചും കൂടി നീങ്ങിട്ട് അതന്നെ അങ്ങനെ പോയി. കട്ട് ചെയ്യുവാണേ. വാവ്, ആണോ? കടിച്ചു പറിക്കാൻ പറ്റണോ? അതിന് കടിച്ചു പറിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് തരാൻ പോകട്ടാ. ഇതിന് കഴിക്കണം. നേരത്തെ എന്നിട്ടാ എന്നിട്ട് യോഗട്ട് കഴിച്ചിട്ട് എനിക്ക് വിശപ്പൊന്നും മാറിയില്ല. ഇങ്ങനെ കഴിക്കുമ്പോ പിള്ളേരെ കൂടി ഇരുന്നിട്ട് അല്ലേ? ഇഷ്ടമായോ? രസമുണ്ടോ? എനിക്ക് തോന്നുന്നു ആ സോസ് കുറച്ചും കൂടി അടിപൊളിയായിരിക്കും തോന്നുന്നു അല്ലേ? തക്കാളിയും മറ്റേ വാവ്, എൻ്റെ നോക്ക് റൗണ്ട് ആക്കിയിട്ട് കഴിച്ചു നോക്കട്ടെ. എനിക്ക് കടിക്കാൻ കുറച്ച് പണിയാ. നല്ല രസമുണ്ട്. പക്ഷെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ബേക്കൺ ഭയങ്കര ഹാർഡായിരിക്കും, കടിക്കാനും പറ്റില്ല. അതുകൊണ്ട് വേനത്തിട്ട് പൊളി നല്ല രസമുണ്ട്. മറ്റേതുപോലെ നാട്ടില് വെച്ച് പറയാല്ലേ, വലുതും കൊടുക്കുമ്പോ ചോദിക്ക് വാട്ടി എങ്ങനെയുണ്ടാ? സൂപ്പർ അമ്മിച്ച്, നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ചും കൂടി തട്ടെ? വേണ്ട,
അല്ലേ? പൊളി. അപ്പം ഞങ്ങൾ വേഗം കഴിക്കട്ടെ. എൻ്റെ അടുത്ത് മെനുണ്ട്. യപ്പ്. എൻ്റെ ഇവിടെ വന്നിരിക്കണ്ടോ? എൻ്റെ അടുത്ത് വന്നിരിക്കണ്ടോ? പറ. അമ്മ ഡബിൾ ചീസാ. നിന്റെ സ്പെഷ്യലാണ് ഉണ്ടാക്കിയാണ്. ഡബിൾ ചീസ് വെച്ചിട്ടല്ലേ? അല്ലേ? നിങ്ങൾ കഴിച്ചിട്ട് ഇനി എന്തെങ്കിലും സൂപ്പർ സോസ് ഉണ്ടെന്നിട്ട് അറിയോ? നമ്മൾ ബേക്കൺ ഉണ്ടാക്കണം മറ്റേ ഇതില്ലേ ഓയില്, അതിൽ കുറച്ച് ഒനിയനും ക്രസ്റ്റ് ചില്ലി, ടൊമാറ്റോ സോസ്, ലേശം കുരുമുളക് പൊടി, അതാണ് സോസ് ഉണ്ടാക്കി. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇതാക്കാം. അടിപൊളി സോസ് കിട്ടും. ആ സോസ് ഇട്ട് നല്ല ടേസ്റ്റാ. ഞാൻ എന്തോ ഇതിൻ്റെ ഇടയിൽ കണ്ടു, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല എന്നിട്ടാണ്. ആ സോസും കൂടി ഇതിൻ്റെ ഇടയിൽ വന്നപ്പോഴാണ് ആ ഒരു സ്പൈസി ഉണ്ടാവും, നമുക്ക് നല്ല ഇഷ്ടമുണ്ടാവും. ഒറ്റയ്ക്ക് പുനഃസമ്മ കുറച്ച് ഷെയർ ചെയ്യട്ടെ. എന്തെല്ലാരും ഗൗരവത്തില് എന്തിട്ട് പല്ലുവേദന മരുന്ന് വെച്ചില്ലേ? ശരിക്കും പല്ലുവേദന ഉണ്ടോ നിനക്ക്? നീ മറ്റേ ആന്റിബയോട്ടിക് കഴിക്കാത്ത കാരണം കൊണ്ട് ഞാൻ അതാണ് കാര്യം. ഐ ഡോണ്ട് ഹാവ് ആന്റിബയോട്ടിക്. കണ്ണട ഫുൾ ടൈം വെച്ചോട്ടാ, നല്ല സെന്റ്. ആട്ടിക്ക് എന്നിട്ട് അഭിപ്രായം അമ്മരെ കണ്ണട അല്ല, കൊച്ചിനെ എന്നോട് സ്നേഹമുണ്ട്. അപ്പക്ക് തന്നെ ഞാൻ മറ്റേ വയസ്സായിട്ട് ഞാൻ മുതുക്കി കളവിയായിട്ടിരിക്കുന്നത് ഇഷ്ടം. അല്ല, ഞാൻ കണ്ണട വെച്ചിട്ടുണ്ട്, അതുവരെ ഞാൻ പറഞ്ഞു നീ വെച്ചോളാൻ. അതുകൊണ്ട് ഞാൻ എന്റെ കളവെന്ന് വിളിക്കുന്നത്. നീ ഇതിൽ ചിരിക്കണ ഇപ്പൊ എല്ലാവരും ചിരിക്കുക. ഇന്ന് കാലത്തത്തെ ഫുഡ് വെപ്പൊക്കെ കഴിഞ്ഞ് പിള്ളേര് ഫുഡ് കഴിച്ചു. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങി. എഴുന്നേറ്റ് ഒന്നും ചെയ്തില്ല, വെറുതെ ഇരുന്നു. ആകെ ചെയ്തെന്നിട്ടെന്നറിയോ, തുണി മടക്കി വെച്ചു, പ്രാർത്ഥന എത്തിച്ചു, കുർബാന കണ്ടു, വചനം എഴുതി. ഇപ്പൊ ഇവിടെ വന്നിരിക്കണു. ഇതേ സിനിമയാ? ധീരം എന്ന് പറഞ്ഞ സിനിമ ധീരം. ആ സിനിമ കാണാൻ വേണ്ടിട്ട് ഇവിടെ എല്ലാവരും കൊണ്ട് ഇരുത്തിയേക്കാണ്. എൻ്റെ 2025 പടം. അപ്പൊ അത് കാണാൻ വേണ്ടി ഇരിക്കും. ഇപ്പൊ നാളെ കാലത്ത് 7 മണിക്ക് ആദ്യം കുർബാനയ്ക്ക് പോകാന്ന് വിചാരിച്ചു. പിന്നെ 9 മണിയാക്കി. ആക്കിയില്ലേ. ഇതിലെല്ലാം കാരണം ഉണ്ടായിരുന്നു. കാലത്ത് ക്രിക്കറ്റ് കളി, പള്ളിയിൽ പോയില്ലെങ്കിൽ കുഴപ്പമില്ല, ക്രിക്കറ്റ് കളിക്ക് പോകും. അങ്ങനെ പറഞ്ഞിട്ട് ഇതുവരെ പോകാറില്ല. ലോട്ടിയെ കഴിഞ്ഞ ആഴ്ച ആദ്യമായിട്ട് പോയി പള്ളിയിൽ പോകാത്ത ഇവിടെ ഒരു കുട്ടി വിശേഷം ഞങ്ങൾക്കുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇനി വൈകുന്നേരം 6 മണിക്ക് കുർബാനയ്ക്ക് പോകാന്ന് വെച്ചാൽ അപ്പൊ നാളെ കാലത്ത് പതുക്കെ എനിറ്റാ മതി, സുഖമായിട്ട് കിടന്നുറങ്ങാം. അപ്പൊ കുറച്ചേരം ഇനി ഇത്ര നേരം ഉറങ്ങിയായതുകൊണ്ട് ക്ഷീണമില്ല. അപ്പൊ ഇനി കുറച്ചേരം സിനിമ കാണാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ ഒരു സിക്ക് ഡേ ഇങ്ങനെയാണ് കേട്ടോ, ഒന്നും ചെയ്യാണ്ടിരുന്നു. അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വാവട്ടി പറ. പൊന്നസിനെ കാണിച്ചില്ലല്ലോ. പൊന്നസ് അവിടെ സൈഡിലേക്ക് കേട്ടോ. പൊന്നസേ എന്താ ചെയ്യണേ? ഉറക്കം വരുന്നുണ്ടോ? അല്ല, ഉറക്കം വരുന്നുണ്ടോ? സിനിമ കാണാനുണ്ടോ? അങ്ങനെ. അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും പൊന്നസ് വന്നിരിക്കണ്ട വീഡിയോയില്. ശരിക്കും പഠിക്കട്ടെ. ആ, നീ ഇരിക്കും പൊന്നസേ, അമ്മക്ക് കാണില്ല നിന്നെ ഒരു ഫ്രെയിമിൽ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത്. എല്ലാവർക്കും ബൈ.